നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പട്ടിയിറച്ചി വ്യവസായം നിരോധിക്കാൻ ദക്ഷിണ കൊറിയ. വേനൽക്കാലത്ത് ശാരീരിക കരുത്ത് വർദ്ധിപ്പിക്കാനായാണ് നായകളുടെ മാംസം കൊറിയക്കാർ ഉപയോഗിച്ചിരുന്നത്. പ്രായമായവരാണ് ഇപ്പോഴും നായകളുടെ മാംസം കഴിക്കുന്നത്. മൃഗസംരക്ഷണത്തോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടിലുണ്ടായ മാറ്റം ഉൾക്കൊണ്ടാണ് ഈ നീക്കം. 3 വർഷത്തെ ഗ്രേസ് പീരിയഡിന് ശേഷം നിയമം പ്രാബല്യത്തിൽ വരും. നിയമം ലംഘിച്ചാൽ 3 വർഷം തടവും $30 മില്യൺ പിഴയും ലഭിക്കും. അക്ഷയ ബിജു ഉണ്ട്. ഗുഡ് മോർണിംഗ് അക്ഷയ. ഗുഡ് മോർണിംഗ്. നമുക്കൊന്നും ഒരിക്കലും ആലോചിക്കാൻ പോലും കഴിയാത്തതാണ്. ഒരുപക്ഷെ ഭക്ഷണത്തിൻ്റെയൊക്കെ കാര്യത്തിൽ പ്രത്യേകിച്ച് മലയാളികൾ വളരെ ശ്രദ്ധയോടെ, ഇന്ത്യക്കാരൊക്കെ വളരെ ശ്രദ്ധയോടെയാണ് ഇത്തരം ചില ഭക്ഷണശീലങ്ങൾ പിന്തുടരുന്നത് എന്ന് തോന്നുന്നു. നമുക്കൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു ശീലമാണ്. അതുകൊണ്ട് നമുക്ക് കൗതുകത്തോടു കൂടി മാത്രമേ ഇത് നോക്കിക്കാണാൻ കഴിയൂ അല്ലേ? നമ്മുടെ രാജ്യത്ത് പക്ഷേ നാഗാലാൻഡിൽ ഇങ്ങനെ പട്ടിയിറച്ചി കഴിക്കുന്ന ആളുകളുണ്ട്. എന്നിരുന്നാലും പക്ഷേ നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിന് അത്ര സുഖമുള്ള കാര്യമല്ല. നമ്മൾ ഒട്ടും ശീലിക്കാത്ത, നമുക്ക് തീർച്ചയായിട്ടും മോത്തി പറഞ്ഞതുപോലെ തന്നെ കൗതുകം തോന്നുന്ന ഒരു വാർത്തയാണ്. ഒരുപാട് കാലങ്ങളായിട്ട് ഇത്തരത്തിൽ അവിടെ ദക്ഷിണ കൊറിയയിൽ ഈ പട്ടിയിറച്ചി നിരോധിക്കണം, ഇതിൻ്റെ അറിവ്, ഇതിനു വേണ്ടി ഫാമുകളുണ്ട്. നമ്മളിവിടെ നമ്മൾ കഴിക്കുന്ന മത്സ്യങ്ങളുടെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ ഇപ്പോൾ പോത്ത് അങ്ങനെയുള്ള ഇതിന് ഫാമുകളുള്ളതുപോലെ അവിടെ ഇത്തരത്തിൽ പട്ടികൾക്ക് വേണ്ടി ഫാമുകളുണ്ട്. അത് ഉപജീവന മാർഗമായി കണ്ട് ജീവിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ കുറേ നാളുകൾക്ക് മുന്നേ തൊട്ട് ഇത് നിരോധിക്കണം എന്നുള്ള രീതിയിലുള്ള പല കാഴ്ചപ്പാടുകളുമൊക്കെ വന്നിരുന്നു. സമൂഹത്തിൻ്റെ ഇതിനോടുള്ള ഒരു സമീപനമൊക്കെ മാറി തുടങ്ങിയിരുന്നു. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളും അതുപോലെ അർബൻ ഏരിയയിൽ താമസിക്കുന്ന ആളുകളുമൊക്കെ ഇതൊരു മോശം ശീലമാണ്, ഇത് നമ്മുടെ സമൂഹത്തിൽ നിന്നും ഒഴിവാക്കപ്പെടേണ്ടതാണ്. പ്രധാനമായിട്ടും ഡോഗ് ലവേഴ്സ് ഒക്കെ പറയുന്നത് നമ്മൾ പെറ്റായിട്ട് വളർത്തുന്ന ഒന്നാണ്. അപ്പോൾ അതിനെ ഇത്തരത്തിൽ പാകം ചെയ്ത് കഴിക്കുന്നത് വളരെ മോശമാണെന്നുള്ളതാണ്. പക്ഷേ മോദി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പരമ്പരാഗത രീതിയിൽ കഴിച്ചു പോകുന്നതായതുകൊണ്ട് ചില ആളുകൾക്ക് അതിനോട് ഇപ്പോഴും താല്പര്യമുണ്ട്. അതുമാത്രമല്ല, ഏകദേശം 1600ഓളം റെസ്റ്റോറൻറ്റുകളാണ് ഇത്തരത്തിൽ ഡോഗ് മീറ്റ് ലഭിക്കുന്ന റെസ്റ്റോറൻറ്റുകൾ അവിടെയുള്ളത്. അതോടൊപ്പം തന്നെ 1000-ലധികം ഫാമുകളും ഉണ്ട്. ഈ ഒരു നിയമം കൊണ്ടുവരാൻ നേരത്തെ ശ്രമങ്ങൾ തുടങ്ങിയിരുന്നെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഇതിനെതിരെ പ്രതിഷേധിച്ചത് കർഷകരായിരുന്നു. കാരണം അവർക്ക് ഇതൊരു ഉപജീവന മാർഗമാണ്. അതുകൊണ്ട് ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവരരുത്, അത് അവരുടെ ഇൻകത്തെ ബാധിക്കുമെന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുശേഷം ഇവരൊരു സർവേ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ, 2 വർഷം മുന്നേ സർവേ നടത്തിയപ്പോൾ ഡോഗ് മീറ്റ് കഴിക്കുന്ന ആളുകളുടെ എണ്ണം 27%. കഴിഞ്ഞ വർഷം സർവേ ആയപ്പോൾ അത് 8% കുറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രാജ്യത്ത് ഇത്തരം ശീലങ്ങൾ പിന്തുടരുന്നവരുടെ എണ്ണത്തിലും കുറവുണ്ടായി. ഈ ഒരു സാഹചര്യത്തിലും അതുപോലെ തന്നെ നിരന്തരമായിട്ട് ആക്ടിവിസ്റ്റുകളും ഡോഗ് ലവേഴ്സും അനിമൽ ലവേഴ്സും എല്ലാം ഇങ്ങനെ ആവശ്യപ്പെടുന്നതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നാഷണൽ അസംബ്ലി ഇത്തരത്തിലൊരു ബില്ല് പാസ്സാക്കുന്നത്. ഈ ഒരു ബില്ല് 208 അംഗങ്ങളുടെ, അത് ഏകകണ്ഠേയമായി പാസ്സാക്കി എന്നുള്ളതാണ്. ആർക്കും ഇതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഇത് ചരിത്രമാണെന്നും നാഴികക്കല്ലാണെന്നും ഒക്കെയാണ് അവിടുത്തെ ഭരണകർത്താക്കൾ പറയുന്നത്. പക്ഷേ ഇത് പ്രാബല്യത്തിൽ വരാൻ ഒരു ടൈം പീരീഡ് ഉണ്ട്, അതായത് 3 വർഷം. പട്ടിയിറച്ചി മാത്രമല്ല, ഇത്തരത്തിൽ പൂച്ചയെയും കൊല്ലുന്ന ഒരു രീതി അവിടെ ചെറുതായിട്ടെങ്കിലും നിലവിലുണ്ട്. അതും കൂടി ഈ ഒരു നിയമത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. 3 വർഷത്തിനുള്ളിൽ ഇത്തരത്തിൽ പൂർണ്ണമായിട്ടും ഈ നിയമം പ്രാബല്യത്തിൽ വരും. ഇപ്പോൾ ഇതൊന്ന് പ്രസിദ്ധീകരിച്ചിട്ട് മാത്രമേ ഉള്ളൂ. 3 വർഷം ഇവർക്കിത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ബിസിനസ്സായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകൾക്കൊക്കെ മറ്റൊരു ഇൻകം കണ്ടെത്താനുള്ള ഒരു ടൈം പീരീഡ് കൂടിയാണ്. സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഫാമേഴ്സിനൊക്കെ കോമ്പൻസേഷൻ നൽകും. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളൊക്കെ മറ്റൊരു പ്ലാൻ സർക്കാരിന് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അവരതിനു വേണ്ട മേൽ നടപടികളൊക്കെ സ്വീകരിക്കുമെന്നുള്ളതാണ്. പ്രസിഡന്റാണ് ഇതിന് അന്തിമ അംഗീകാരം നൽകേണ്ടത്. അവിടുത്തെ പ്രസിഡന്റ് അനിമൽസിനെയൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്.